മിനിസ്റ്ററെ കാണാനായിരിക്കും. അതെ അതെ, അകത്ത് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം ഉറപ്പിക്കുന്ന ചടങ്ങ് നടക്കുകയാണ്. അങ്ങനെയല്ല ഇതിന്റെ അത് പിന്നെ സന്തോഷമുള്ള കാര്യല്ലേ സർ. മുഹൂർത്തമായോ? ഓ, ഇനി ജാതകങ്ങൾ കൈമാറാവല്ലോ. ആവാലോ. എക്സ്ക്യൂസ് മീ സർ. ഇവിടെ ഒരു ചടങ്ങ് നടക്കുക, ഒഫീഷ്യൽ കാര്യം പിന്നീട്. ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്, തികച്ചും ഒഫീഷ്യൽ. ഇത് ജോർജി. ഇദ്ദേഹം ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. ആ കംപ്ലൈന്റിൽ പറയുന്നു അങ്ങയുടെ മകൾ മീനാക്ഷിയും ഇദ്ദേഹവും തമ്മിൽ പ്രണയത്തിലാണ്. ഇവനെ പോലുള്ള പല തെമ്മാടികൾക്കും എന്റെ മോളോട് ഇഷ്ടം കാണും. അതിന് തനിക്കെന്ത് വേണം? ആ പ്രേമം അങ്ങയുടെ മകൾക്ക് ജോർജിയോടും ഉണ്ടെങ്കിൽ അങ്ങ് ഇപ്പൊ നടത്തുന്ന ഈ ഉറപ്പ് പാഴായി പോകും സർ. എന്റെ മോൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമില്ല. അത് പറയേണ്ടത് അങ്ങല്ല, അങ്ങയുടെ മകളാണ്. നിനക്ക് തൊപ്പി തല വെച്ച് നടക്കണമെന്നുള്ള ആഗ്രഹമില്ല. മാറിക്കട റാസ്കൽ. കണ്ണി കണ്ട കള്ളക്കടത്തുകാരും കള്ളുകച്ചവടക്കാരും രണ്ടടിയകലം പാലിച്ചു നിൽക്കണം ഒരു IPS കാരന്റെ മുന്നിൽ. സമയം കിട്ടുമ്പോ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് ചേട്ടച്ചാർക്ക് വടക്കൻ ആരാണെന്ന്. ജോസഫ്, മിനിസ്റ്ററുടെ മകളുടെ കല്യാണ നിശ്ചയമാണ്, വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കരുത്. ഐ എം വെരി സോറി സർ. കോടതി ഇന്ന് ഹേബിയസ് കോപ്പസ് ഉണ്ട്. എനിക്ക് കിട്ടിയ കംപ്ലൈന്റിനെ കുറിച്ച് എനിക്ക് അന്വേഷിച്ചേ പറ്റൂ. വാടാ ഇങ്ങോട്ട്. വിളിക്കടാ. മീനാക്ഷി, മീനാക്ഷി, എന്റെ വീട്ടിൽ കയറി വന്ന് പിടിച്ച് പുറത്താക്കണ ഈ തെണ്ടിയെ. നോ. മീനാക്ഷി, അടിച്ചിറക്കണ മക്കളെ. ഈ മീനാക്ഷി, 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 ജോജി, ജോജി, മീനാക്ഷി, ഇറങ്ങി വാ. ഇറങ്ങി വരാനാ പറഞ്ഞേ. മീനാക്ഷി, എന്റെ അനുജൻ ജോർജിയുടെ ദേഹത്ത് കൈവയ്ക്കാൻ ആണായി പറഞ്ഞവനുണ്ടെങ്കിൽ വടാ. എടി കൊച്ചേ, നിനക്ക് ഇവനെ ഇഷ്ടമാണോ? ഇനിയുള്ള കാലം ഇവനോടെ പൊറുക്കാൻ തയ്യാറാണോ? ഇവരുടെ മനസ്സമ്മതം കഴിഞ്ഞു. ഇനി പിടിച്ച് വണ്ടി കേട്ടടാ. നിന്നെ തടയാൻ ആരാ ഉള്ളതെന്ന് കാണട്ടെ. വടക്ക സൂക്ഷിച്ചോ. ഹോം മിനിസ്റ്റർ വീട്ടിൽ വെച്ച് ഈ പ്രതിയുമായി നടത്തിയ നാടകത്തിന്റെ പേരിൽ തന്റെ തൊപ്പി തെറിക്കും. രഞ്ജിത്ത്, ദാ ഇത് കണ്ടോ? ഇന്ത്യയിലെ തന്നെ നമ്പർ 1 അഡ്വക്കേറ്റായ സുപ്രീം കോടതിയിലെ കൃഷ്ണദേവ് അയ്യർ എനിക്ക് വാങ്ങി തന്ന ജാമ്യം. ഇത് കൈ കിട്ടിയപ്പോ തന്നെ ഈ കേസിന്റെ അന്വേഷണ ചുമതലയുള്ള ജോസഫ് വടക്കന് ഞാനിത് മെയിൽ ചെയ്തിരുന്നു. എനിക്കിവിടെ മാത്രമല്ലടോ, അങ്ങ് ഡൽഹിയിലുണ്ടോ പിടി. എടോ ഹരിഹര, ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, ജോർജ് കുട്ടി വധക്കേസിലെ കൊലയാളിയെ കണ്ടെത്താതെ ഞാൻ ഇവിടുന്ന് പോവില്ല. നിഴല് പോലെ കാണും നിന്റെ പിന്നിൽ. വടാ അളിയോ, വന്ന് വണ്ടി കയറ്. നമ്മുടെ ജോജി മന്ത്രിയുടെ മോളെയും കൊണ്ട് ഇങ്ങോട്ടാണോ വരുന്നത്? ഈ മുറ്റത്ത് കാലുകുത്താൻ സമ്മതിക്കില്ല ഞാൻ. കുഞ്ഞറ്റാ, അടച്ചു പൊട്ടറ കേറ്റ്. അച്ഛനാകെ ഒഴിഞ്ഞു വെച്ച മകനാണ് ഒരു പെണ്ണിനെയും തട്ടിക്കൊണ്ട് അതിന് കൂട്ടുനിൽക്ക ബോംബെ ഗുണ്ടയും. കർത്താവേ, ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണാവോ ഞാൻ നേരിടേണ്ടി വരിക. ഇയാളിൽ നിന്ന് ഇങ്ങനൊരു സപ്പോർട്ട് അവനുണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. ഒരു മരുമകനായിട്ടല്ല, മകനായിട്ടാ ഇയാൾ ഇതുവരെ എന്റെ മനസ്സിലുണ്ടായിരുന്നത്. സ്വന്തം ആൺമക്കളെ മനസ്സിൽ നിന്ന് പടിയിറക്കിയിട്ട് മരുമക്കൾക്ക് ആ സ്ഥാനം കൊടുക്കുന്നത് ശരിയായ വഴിയാണെന്ന് അപ്പച്ചന് തോന്നുന്നുണ്ടോ? അതെന്റെ വിധി. വിധിയെ പഴിക്കും മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്ത് തെറ്റാണ് ജോർജി ചെയ്തത്? ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചത്. സ്നേഹിച്ച പെൺകുട്ടിയെ തന്നെ വിവാഹം ചെയ്യുന്നത് ആണത്തമാണ്, തറവാടിത്തമാണ്. പിന്നെ ക്രിസ്റ്റി, 2 കൊലപാതക കേസുകളിൽ പ്രതിയായതാണ് ക്രിസ്റ്റി ചെയ്ത കുറ്റമെങ്കിൽ ജോർജ് കുട്ടി കൊലക്കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, ക്രിസ്റ്റി നിരപരാധിയാണ്. ഇത് ജോർജ് കുട്ടിയെക്കുറിച്ചുള്ള മുംബൈ പോലീസിന്റെ റെക്കോർഡാണ്.
990 മുംബൈയിലെത്തിയ ജോർജ് കുട്ടിയുടെ പേരിൽ സെക്സ് റാക്കറ്റിംഗ്, നക്കോട്ടിക്സ്, ഗൂണ്ടായിസം എന്നിവയ്ക്ക് 30ഓളം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ക്രിസ്റ്റി ജോർജ് കുട്ടിയുടെ ചതിയിൽപ്പെട്ടതാണെന്ന് ഈ ഫയലിൽ നിന്ന് വ്യക്തമാണ്. ജെസ്സി കൊല്ലപ്പെട്ടതിന്റെ പിന്നിലും ജോർജ് കുട്ടിക്ക് പങ്കുണ്ടെന്നുള്ള കാര്യത്തിൽ ആരും സംശയിക്കണ്ട. ഉണ്ട്. തെറ്റ് പറ്റിയത് അങ്ങയ്ക്കാണ്. ജോർജ് കുട്ടിയെ കണ്ണടച്ച് വിശ്വസിച്ചത് അപ്പച്ചനാണ്. സത്യം പറയാനും തെളിയിക്കാനുമുള്ള ഒരവസരം ക്രിസ്റ്റിക്ക് കൊടുത്തിരുന്നെങ്കിൽ അയാൾ ഇന്ന് ഈ തറവാട്ടിലുണ്ടാകുമായിരുന്നു അപ്പച്ചനോടൊപ്പം. ക്രിസ്റ്റി അപ്പച്ചന് വേണ്ടി പണി കഴിപ്പിച്ച വീടിന് ചോരയുടെ മണമുണ്ടെന്ന് ഒരു 100 ആവർത്തി അങ്ങ് പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഗവൺമെന്റിനും രാഷ്ട്രീയ വമ്പന്മാർക്കും വേണ്ടി ജീവൻ പണയം വെച്ച് ചെയ്തു കൊടുക്കുന്ന നന്മകൾക്ക് പകരം കിട്ടുന്ന റിവാർഡ്, അങ്ങനെ ആ പണത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമ്പാദ്യമാണ് ആ വീട്. ഒരു ജന്മമേ ഉള്ളൂ അപ്പച്ച. അത് പരിഭവിച്ചും പരാതി പറഞ്ഞും പകവീട്ടിയും കളയരുത്. സ്നേഹിക്കണം. കറ തീർന്ന സ്നേഹം മക്കൾക്ക് കൊടുക്കണം. അവരത് മോഹിക്കുന്നുണ്ട് അപ്പച്ചനിൽ നിന്ന്, മനസ്സിൽ ലവലേശം വെറുപ്പില്ലാതെ. നാളെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് ജോർജിയെയും മീനാക്ഷിയെയും കൂട്ടി ക്രിസ്റ്റി ഇങ്ങോട്ട് വരും. അപ്പച്ചന് ഇഷ്ടമുണ്ടെങ്കിൽ അവരെ സ്വീകരിക്കാൻ, ഇല്ലെങ്കിൽ അവർ പോവും മുംബൈക്ക് ക്രിസ്റ്റിക്കൊപ്പം. വാ. ഒരു പട്ടാളക്കാരന്റെ മുഴുവൻ കാർക്കശ്യമുണ്ട് അപ്പച്ചന്റെ സ്വഭാവത്തിൽ. അതുകൊണ്ട് പെട്ടെന്നൊരു സ്വീകരണം പ്രതീക്ഷിക്കരുത്. അടാ, എനിക്ക് ഈ പടിവരെ സ്വാതന്ത്ര്യമുള്ളൂ. റിസൾട്ട് എന്തായാലും ഞാനിവിടെ കാത്തിരിക്കാം. ചെല്ല്. എന്താ ചിരിക്കണത്? പള്ളിയിലച്ഛനെ പെണ്ണിനെയും കെട്ടിക്കൊണ്ട് വരുന്നത് കണ്ട് ചിരിച്ചു പോയതാ. മൈൻഡ് ചെയ്യണ്ടോട്ടാ. അപ്പച്ചി, പള്ളിയിൽ അച്ഛനാവണ്ട ഞാൻ പറ്റിപ്പോയി. അല്ല, അപ്പച്ചി ഞങ്ങൾ അനുഗ്രഹിക്കണം പ്ലീസ്. ഒന്ന് ട്രൈ ചെയ്യുന്നേ. കണ്ടോ, പാവം പറയാണ്ട് തന്നെ അനുഗ്രഹം വാങ്ങിക്കാൻ നിൽക്കുക. ഗുരുത്തുള്ള കുട്ടിയാ. എല്ലാം ദൈവനിശ്ചയം. നന്നായി വരട്ടെ. രഞ്ജിത്ത്, നിക്കടാ അവിടെ. എങ്ങോട്ടാ നിന്റെ പുറപ്പാട്? വാടാ, ഇങ്ങോട്ട് വാടാ. സ്വന്തം മകനെ മനസ്സിലാക്കാൻ എനിക്ക് മരുമോന്റെ സഹായം വേണ്ടി വന്നു. പൊറുക്കില്ലടാ ഈ പാവപ്പച്ചോട്. ഇച്ചായ, എല്ലാം വന്നു കയറിയ പെണ്ണിന്റെ ഐശ്വര്യം അല്ലേ പച്ചി? ഭാര്യയെ പോഴ്ത്താനുള്ള അവസരം പള്ളിയിലച്ഛൻ കൃത്യമായിട്ട് ഉപയോഗിച്ചു. ഇനി തിരിച്ചു പോയിക്കോളൂ. താങ്ക്സ് ഫോർ എവറിത്തിങ്. വെൽക്കം. താങ്ക്സ് റോക്കി. സീ യു. ഓക്കെ, ബൈ. മൂന്നാല് കൊല്ലം എൻ്റെ ലെഫ്റ്റും റൈറ്റും ഇവരുണ്ടായിരുന്നു. പിന്നെന്തിനാ അവരോട് പൊക്കോളാൻ പറഞ്ഞേ? ഇനി കുറച്ചു കാലം അപ്പച്ചിയുടെ ലെഫ്റ്റും റൈറ്റുമായി നിൽക്കാൻ എനിക്കൊരാഗ്രഹം. വാ.
ഹലോ ആൻഡ്രൂസ്. ഹലോ ബായ്, ഞാൻ ഇന്ന് കൊച്ചിയിലെത്തി. കേരളത്തിലെ എൻ്റെ ജോലി കഴിഞ്ഞു. നാളെ മോർണിംഗ് ഫ്ലൈറ്റിന് മുംബൈക്ക് മടങ്ങും. തിരിച്ചു പോകും വഴി എന്റെ തറവാട്ടിലൊന്ന് കയറാൻ സമയം കണ്ടെത്തണം. തറവാട്ടിലോ? അതെ, ഒടുവിൽ ലോകമഹാത്ഭുതങ്ങളിൽ ഒന്ന് സംഭവിച്ചു. എന്റെ അപ്പച്ചി എന്നെ തിരിച്ചറിഞ്ഞു. ഹേ, ഗുഡ് ന്യൂസ്. ഒന്നുകൂടിയുണ്ട്. എന്റെ അനുജൻ ജോർജി, അവൻ ഹോം മിനിസ്റ്ററുടെ മകളെ പൊക്കി രജിസ്റ്റർ മാരേജും കഴിച്ചു. എങ്കിൽ ഞാൻ തീർച്ചയായും വരും. രാത്രി നേരിൽ കാണാം. ആ, ഓക്കെ. ആരാത്? ആൻഡ്രൂസ്. മുംബൈ ജയിലിൽ വെച്ചാണ് ആൻഡ്രൂസിനെ ആദ്യമായി ഞാൻ കാണുന്നത്. അന്ന് അയാൾ കരിംലാലയായിരുന്നു. എന്റെ പുനർജന്മം എന്ന് വേണമെങ്കിൽ പറയാം ആ കണ്ടുമുട്ടലിനെ കുറിച്ച്. मेरा नाम करीम करीम लाला. കരിംലാല. ഒറിജിനൽ പേര് ആൻഡ്രൂസ്. അടുത്ത സുഹൃത്തുക്കളും എന്നെ അങ്ങനെയാ വിളിക്കാറുള്ളത്. എന്തിനാ എന്നെ കാണാമെന്ന്? പരിചയപ്പെടാൻ, നിന്നെ എൻ്റെ കൂടെ കൂട്ടാൻ. ശത്രുവിൻ്റെ ശത്രു മിത്രമെന്നാണല്ലോ. ജോർജ് കുട്ടി എൻ്റെ ശത്രുവാണ്. നിന്നെ പുറത്തിറക്കാൻ എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. പകരെ കണ്ടീഷൻ, ജോർജ് കുട്ടി അവനെ എനിക്ക് വിട്ടു തരണം. അവൻ മൂലം എനിക്ക് ഉണ്ടായ നഷ്ടങ്ങൾ വളരെ വലുതാണ്. അവൻ കൊല്ലപ്പെടേണ്ടത് എന്റെ ഈ കൈകൾ കൊണ്ടാണ്. അപ്പൊ ജോർജ് കുട്ടി കൊല്ലപ്പെട്ടതിന്റെ പിന്നിൽ ആൻഡ്രൂസ് ആണെന്നാണോ ക്രിസ്റ്റി പറഞ്ഞു വരുന്നത്? ഒരിക്കലുമല്ല. ആൻഡ്രൂസ് എത്തും മുമ്പേ ജോർജ് കുട്ടി കൊല്ലപ്പെട്ടിരുന്നു. അല്ലളിയ, ഇനി കേസ് തെളിയിക്കാൻ CBI തന്നെ വരേണ്ടി വരുമോ? ഇന്നേ വരെ ഞാൻ അന്വേഷിച്ച ഒരു കേസും എനിക്ക് മേലെ പോയിട്ടില്ല. ദിവസേന എനിക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന എന്റെ അമ്മച്ചിയെയും കെട്ടിയോളെയും കർത്താവ് അനുഗ്രഹിച്ചാൽ ആ കൊലയാളിയെ ഞാൻ തന്നെ കണ്ടെത്തും. അതാണ് അളിയൻ. ആ പിന്നെ മൂന്നാമത്തെ ആൺകുട്ടിയെ പട്ടക്കാരനാക്കുന്ന കാര്യം മറക്കണ്ട. നമുക്ക് രണ്ടിൽ നിർത്താടി. മീരെ സ്റ്റേഷനിൽ വരുത്തി ചോദ്യം ചെയ്തതിന് തൻ്റെതായ യുക്തിയുണ്ട്. എഗ്രീഡ്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവൾക്ക് സംഭവിച്ച മാനഹാനിയെക്കുറിച്ച് കൂടി താൻ ചിന്തിക്കണം. ഇത്രയും ബ്രൂട്ടലായ ഒരു മീഡിയ പ്രസൻസിൽ ആ കുട്ടിയെ അമ്മയെയും സ്റ്റേഷനിൽ വരുത്തി ചോദ്യം ചെയ്തത് ഒഴിവാക്കാമായിരുന്നു. താൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അതിലൊരൽപ്പം വ്യക്തിപരതയുണ്ട്. തൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ള പെൺകുട്ടിക്ക് സൈമണുമായി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തോന്നിയ ഹേർട്ട്. ക്യാൻ യു ഡിനൈ ദാറ്റ്? ഓഫ് കോഴ്സ് ഐ ക്യാൻ. ഒന്ന് ആലോചിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി. നൗ യു നോ ദാറ്റ് ഷീസ് ക്ലീൻ, ഷീസ് എ റെസ്പെക്റ്റബിൾ ഇൻഡിപെൻഡന്റ് ഗേൾ ആൻഡ് ഷീ സിംഗിൾ ഈവൻ നൗ. ഞാൻ ആലോചിക്കുന്ന അതൊന്നുമല്ല സർ. മാർട്ടിൻ ദിനകർ ക്രിക്കറ്റ് ലീഗുമായി ബന്ധപ്പെട്ട് സൈമണെ ഭീഷണിപ്പെടുത്തിയതിന് ഒരേ ഒരു വിറ്റ്നസ്സേ ഉള്ളൂ, ആൻഡ് ദാറ്റ് ഇസ് മീര. സോ ഷീ മൈറ്റ് ആക്ച്വലി ബി ഇൻ ഡേഞ്ചർ. അതുപോലെ തന്നെ സൈമന്റെ മരണമൊഴി മീര സ്പാ. സൈമൺ മീരയുടെ പേരിൽ ഒരു സ്പാ ബിസിനസ് തുടങ്ങാനിരുന്നതാണ്. സോ ദർ ഹാസ് ടു ബി എ കണക്ഷൻ. സിറ്റിയിലുള്ള സ്പാ സെന്റേഴ്സിനെ ഫോക്കസ് ചെയ്ത് അന്വേഷിച്ചിട്ട് എന്തായി? സൈമൺ ഏതെങ്കിലും സ്പാ ടേക്ക് ഓവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നോ? നോ, നത്തിങ് അറ്റ് ഓൾ. പക്ഷെ മീര. ഹലോ നിരഞ്ജൻ, യെസ്. I need your help. Please come as soon as possible. എന്താ? എന്തു പറ്റി? ഹേയ്, യു ജസ്റ്റ് റിലാക്സ്. ഐ ആം ഓൺ മൈ വേ. ആരാ നിരഞ്ജൻ? മീര. ഞാൻ സംശയിച്ചത് സംഭവിച്ചു സർ. ഏയ് നിരഞ്ജൻ, സ്റ്റോപ്പ്! നിൽക്കടാ!
മീര മീര അവരെ ആരെങ്കിലും ഇനി കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുമോ? ഇല്ല, ആരെയും ശരിക്ക് കണ്ടില്ല. സർ, അലക്സ്, യു വിൽ ഹാവ് ടു പോസ്റ്റ് മോർ മെൻ ഹിയർ. പിന്നെ സതീഷിനെ വിളിച്ചിട്ട് വന്നോമാരെ തപ്പാൻ പറ. സർ. സർ, You don't have to worry. I'll take care. I'll take care of this. മീര, എന്തു പറ്റി മോളെ? ഫോൺ കിട്ടിയപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. സാർ, അവരമ്മയും മോളും ആകെ പേടിച്ചിരിക്കുക. ഒരു സഹായത്തിന് ഓടിയെത്താൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഈ വീടിന് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയൊന്നും സംഭവിക്കില്ല. ഇപ്പൊ പറയുന്നതിൽ ഔചിത്യം കാണില്ല, പക്ഷെ പറയുക. അത് മീരയുടെ അച്ഛൻ പറഞ്ഞിട്ടാ അത് ഞാൻ സാറിനെ ഒന്ന് കണ്ട് ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞത്. അതിൻ്റെ ഒരു കുറ്റബോധം എനിക്കുണ്ട്. അച്ഛൻ കർക്കശം കാട്ടിയപ്പോ അവൾ അനുസരിച്ചു എന്നുള്ളത് നേരാ. പക്ഷെ എത്ര നിർബന്ധിച്ചിട്ടും അവൾ മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു ആൺതുണയില്ലാതെ അവരൊറ്റയ്ക്ക് കഴിയുന്നത് അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തതുകൊണ്ടാ. ഇവിടെ നടന്ന സംഭവത്തിനെ കുറിച്ച് ഒരു പരാതി എഴുതി എസ്ഐയുടെ കയ്യിൽ കൊടുത്തേക്കൂ. അലക്സ്, സർ, ദിസ് ഇസ് ഓൾ യോഴ്സ്.